രോഗികളുടെ ആരോഗ്യത്തിന് ഉത്തമ ആയുർവേദ ഔഷധം ഡയബറ്റാക്ട്. മോഹൻലാൽസ് ഡെയിലി ഡിലൈറ്റ് ഷോ 2008 ഈ ഒക്ടോബർ യൂറോപ്പിൽ മലയാള വസന്തമാണ്. ജ്വലിക്കും വജ്രശോഭയുടെ സമജ്വല ശ്രേണി, ഗിരിപ്പൈ MG റോഡ്, എറണാകുളം. ഇനി ഒരൊറ്റ തവണ കൂടെ അത് പറയാൻ നിന്റെ നാവ് പൊന്തിയാലുണ്ടല്ലോ, ചവിട്ടി നിന്റെ കുറുനാവ് പിഴുതെടുക്കാൻ ഞാൻ. Now better you fly back to London or to hell. I will shoot this bastard. So Krishnarayan Pataji, please tell that old bloody bastard when you call Delhi. Don't move. അരുത്, എന്നെ കൊന്നിട്ട് രക്ഷപ്പെടാനാവില്ല നിനക്ക്. ഒന്നല്ല, ഒരു 100 വട്ടം രക്ഷപ്പെടും രവിമാമൻ. ഇത് ചെയ്തത് ആരൊക്കെയായാലും ശരി, I want them traced. ജൂൺ 28 ശനിയാഴ്ച വൈകുന്നേരം 5:30 മമ്മൂട്ടി, ബിജു മേനോൻ, കൊച്ചിൻ ഹനീഫ, ജനാർദ്ദനൻ, നെടുമുടി വേണു, അഞ്ജലി, സവേരി തുടങ്ങിയവർ അഭിനയിച്ച സൂപ്പർ ഹിറ്റ് മലയാള ചലച്ചിത്രം ദുബായ്. ജോയ് ആലുക്കാസ് ജുവലറി സാറ്റർഡേ ഈവനിംഗ് മൂവി ഫെസ്റ്റിവൽ സമർപ്പിക്കുന്നത് ജോയ് ആലുക്കാസ് ജുവലറി, വേൾഡ്സ് ഫേവറേറ്റ് ജുവലർ. നീ ധൈര്യം കൊണ്ടില്ലടാ. ഈ വണ്ടി തിരിച്ചിട്ട് ആരാണ് പറ. പപ്പായി. ആരാ മോളെ? ആരാണ് ചോദിച്ചിട്ട് മിണ്ടണില്ല പപ്പായി. അന്ന് മിണ്ടാമല്ലേന്നാ തോന്നണേ. പപ്പായി നോക്കാട്ടോ, വാ. നീ എന്താ ഇവിടെ? വഴി തെറ്റി കയറി വന്നാണോ? ബെന്നിച്ച, ഞാനിവിടെ അടുത്തൊരു ഫ്രണ്ടിനെ കാണാൻ വന്നതാ. ഓഹോ, അതേത് ഫ്രണ്ട്? ഇവിടെ അടുത്ത് പുല്ലേനാർ കോട്ടയില് എയർ കമാൻഡിൽ ജോലി ചെയ്യുന്ന ആളാണോ? ഏയ് അല്ലല്ല. ഞാൻ ഈ ഫ്ലാറ്റിലാണ് താമസമെന്ന് നീ എങ്ങനെ അറിഞ്ഞു? ബെന്നിച്ചനിപ്പോ ഇവിടെയാണെന്ന് എനിക്കറിയായിരുന്നു. മമ്മിയാ പറഞ്ഞത് ബെന്നിച്ചനിപ്പോ കുടുംബസമേതം തിരുവനന്തപുരത്താണെന്ന്. ആക്കുള എയർ കമാൻഡ് ക്യാമ്പിലാണെന്നും അറിഞ്ഞു. പിന്നെ ഇവിടെ അടുത്തുവരെ വന്ന സ്ഥിതിക്ക് ബെന്നിച്ചാനെ കൂടി കണ്ടിട്ട് പോകാന്ന് വെച്ചു. നീ എന്താ അവിടെ തന്നെ നിൽക്കുന്നത്? കേറി വാ. ഇരിക്ക്. നമ്മൾ തമ്മിൽ അവസാനമായി കണ്ടത് ജോജിയുടെ കല്യാണ ദിവസ അല്ലേ? അന്ന് നീ എന്തിനും ജിമ്മിച്ച അവിടെ വെച്ച് അത്രയും ഷോ കാണിച്ചത്? അത് വെറുതെ. ആരുടെ മുമ്പിൽ ഷൈൻ ചെയ്യാനായിരുന്നു ആ ഏകാംഗ നാടകം? ജാൻസിയെ ജോജി കല്യാണം കഴിക്കുന്നത് എനിക്കൊട്ടും ഇഷ്ടമില്ലായിരുന്നു. എൻ്റെ എതിർപ്പ് പ്രകടിപ്പിച്ചത് ഞാൻ.
നീ എന്തിനെതിർത്തു എന്നാണ് എന്റെ ചോദ്യം. അവൾ എന്റെ കൂടെ ജീവിച്ച പെണ്ണ, എന്റെ ഉച്ചിഷ്ടം. അത് ജോജിയെ പോലെ നല്ല കുടുംബത്തിൽ പിറന്ന ഒരു ചെറുപ്പക്കാരൻ കെട്ടിയേൽക്കാതിരിക്കാൻ വേണ്ടി തന്നെ ചെയ്തതാ. ഒന്നുമില്ലെങ്കിലും നമ്മുടെ കുടുംബത്തിൽപ്പെട്ടവനാണല്ലോ. മേഴ്സി, മേഴ്സി, നമുക്കൊരു ഗസ്റ്റ് ഉണ്ട്. ചായ എടുത്തോ. ആരാ ബെന്നിച്ച? നീ ചായ എടുത്തോണ്ട് വാ, പറയാം. നീ എതിർത്തിട്ടും ആ കല്യാണം നടന്നല്ലോ. എത്ര നാൾ അവരൊന്നിച്ച് ജീവിക്കുമെന്ന് കാണാം. ആ കുടുംബം കുട്ടിച്ചോറാക്കി ജോജിയെ വിറ്റ പൈസ മണിപ്പേഴ്സിൽ ഇട്ടോണ്ട് അവൾ അവിടുന്ന് ഇറങ്ങി പോയില്ലെങ്കിൽ എനിക്ക് വല്ല പട്ടിയുടെ പേരിട്ടോ. ജാൻസി ഒരു കുഴപ്പക്കാരിയായിട്ട് എനിക്ക് തോന്നിയില്ല. ജോജി അവളും നല്ലപോലെ ഇണങ്ങിയാ ജീവിക്കുന്നത്. എന്റെ ബെന്നിച്ചായ, ഞങ്ങളും ആദ്യമൊക്കെ അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. ബെന്നിച്ചായൻ മണ്ണന്തല ചെന്നൊന്ന് അന്വേഷിച്ചു നോക്ക്. അവളെ ഞാനൊരു പ്രഭുകുമാരിയെ പോലെയാ കൊണ്ട് നടന്നിരുന്നെന്ന് സകലരും പറയും. പിന്നെന്താ നീ ഉപേക്ഷിച്ച് കളഞ്ഞത്? അവളുടെ സ്വഭാവ ദൂഷ്യം, ചതിയും വഞ്ചനയുമാണ് അവളുടെ കൂടെ പറപ്പ്. കഴിഞ്ഞ 4.5 വർഷമായി അന്നമ്മച്ചി നോക്കിയിട്ട് കണ്ടുപിടിക്കാൻ പറ്റാത്ത സ്വഭാവ ദൂഷ്യമല്ലേ? അതാ കുടുംബത്തിനും ജോജിക്കും ഗുണേ ചെയ്യൂ. ഓമനത്തിങ്കൾ പക്ഷിയിലെ മേഴ്സി എന്ന കഥാപാത്രത്തെ നിങ്ങൾക്ക് ഏവർക്കും അറിയാലോ. വിവാഹം കഴിഞ്ഞ് 8 വർഷമായിട്ടും ഒരു കുഞ്ഞിക്കാല് കാണാൻ ഭാഗ്യമില്ലാതെ പോയ ഭാര്യയാണ് മേഴ്സി. ഒടുവിൽ അവൾ ഒരു പെൺകുഞ്ഞിനെ ദത്തെടുത്തു, അന്നമോളെ. ആ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞായി കരുതി ജീവന് തുല്യം സ്നേഹിച്ച് വളർത്തുകയാണ്. ഞാൻ വളരെയേറെ സന്തോഷത്തോടെ സ്വീകരിച്ച് എനിക്ക് വളരെ ആത്മബന്ധമുള്ള ഈ കഥാപാത്രത്തെ ചില സ്വകാര്യ കാരണങ്ങളാൽ പാതി വഴിയിൽ ഉപേക്ഷിച്ച് പിന്മാറേണ്ട ഒരു സാഹചര്യമാണ് വന്നു ചേർന്നിരിക്കുന്നത്. അതും എൻ്റെ ഇതുവരെയുള്ള അഭിനയ ജീവിതത്തിൽ ആദ്യമായിട്ട്. ഞാൻ ചെയ്തു വന്ന മേഴ്സി എന്ന കഥാപാത്രത്തെ ഇനി നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നത് അനുഗ്രഹീത കലാകാരിയും നിങ്ങൾക്കെല്ലാവർക്കും സുപരിചിതയുമായ അഞ്ജു അരവിന്ദാണ്. ഈ മേഴ്സി എന്ന കഥാപാത്രവും എൻ്റെ അന്നമോളും അഞ്ജുവിൻ്റെ കൈകളിൽ സുരക്ഷിതമായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. മേഴ്സിക്ക് നിങ്ങൾ ഇതുവരെ നൽകിയ പ്രോത്സാഹനവും സ്നേഹവും അംഗീകാരവും തുടർന്ന് നൽകുമെന്ന പ്രതീക്ഷയോടെ നിങ്ങളുടെ സ്വന്തം ബീന ആന്റണി. നിനക്ക് മനസ്സിലായില്ലല്ലേ? ഇതാണ് തേക്കും തോട്ടത്തിലെ ജിമ്മിച്ചൻ, തീക്കോയിലെ പൈലിപ്പാപ്പന്റെ മകൻ. എനിക്ക് കണ്ടിട്ട് മനസ്സിലായില്ല കേട്ടോ. 1-2 തവണയല്ലേ ഞാൻ കണ്ടിട്ടുള്ളൂ. ദാ ചായ. ഞങ്ങള് ജാൻസിയുടെ കാര്യം പറയായിരുന്നു. ഇവനാണല്ലോ ആദ്യം ജാൻസിയെ വിളിച്ചോണ്ട് നാട് വിട്ടോടിയ വീരപുരുഷൻ. ജിമ്മിച്ചൻ ജാൻസിയും ജോജിയും തമ്മിലുള്ള കല്യാണം മുടക്കാൻ വേണ്ടി പഠിച്ച പണി 18 പയറ്റീന്ന് കേട്ടിട്ടുണ്ട്. അത് അവന്റെ നന്മയ്ക്ക് വേണ്ടി തന്നെയാ. അതവന്റെ നന്മയ്ക്ക് വേണ്ടിയാണോ രാത്രിയിൽ അവന്റെ കാറ് തടഞ്ഞു നിർത്തി അടിച്ച് കൊല്ലാറാക്കിയിട്ട് പോകുന്നത്? ആ, നീ ചായ കുടിക്ക്. അന്ന് ജാൻസി ഒരു കൊച്ചിനെ പ്രസവിച്ചായിരുന്നല്ലോ, അത് ജിമ്മിച്ചന്റെ അല്ലായിരുന്നു? എനിക്കറിയില്ല. അറിയില്ല എന്ന് പറയുന്നതൊക്കെ ആണുങ്ങൾ തടിതപ്പുന്ന